2025 എത്തിയിരിക്കുകയാണ്. 2024 നമ്മളെടുത്ത റെസൊല്യൂഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് വർഷത്തിനെ സംബന്ധിച്ചൊരു ബാധിക്കുന്ന കാര്യമേ അല്ല, വരുന്നു പോകുന്നു അല്ലെ. 2025 എത്ര പേർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്? പലരും വിചാരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും റെസൊല്യൂഷൻ എടുത്താലും ഞാൻ പാലിക്കാൻ പോകുന്നില്ല, അപ്പൊ പിന്നെ എന്തിനാ എടുക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. എന്നാൽ നമ്മൾ മാത്രമല്ല കേട്ടോ, 80% ആൾക്കാരും ഈ എടുക്കുന്ന റെസൊല്യൂഷൻ ഒന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 20% ആൾക്കാർ അച്ചീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെങ്ങനെയാ അച്ചീവ് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ പേഴ്സണൽ വാല്യൂമായിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ വാല്യൂമായിട്ട് കണക്ട് ആകുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ആണോ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കുറെ നേരമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു, ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുന്നു. അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ലെറ്റ് മീ ഡു ദിസ്. അങ്ങനെ നമ്മുടെ പേഴ്സണൽ വാല്യൂമായിട്ട് കമ്മിറ്റ് ആവാത്ത ഒരു അച്ചീവ്മെന്റ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾ ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടയർഡ് ആവും, നിങ്ങൾ നിർത്തും. സോ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങൾ എടുക്കുന്ന റെസൊല്യൂഷൻ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. 2, എത്രത്തോളം നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. ഒരു ചേഞ്ച് കൊണ്ടുവരാൻ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ എത്രത്തോളം അതുമായിട്ട് അഡാപ്റ്റ് ആകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് മുതൽ ഷുഗർ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പുറത്തെ ചേച്ചി കൊണ്ടുവരികയാണ് ഒരു ലഡു. ഓക്കെ, ആൻഡ് ലഡു എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു നോ പറയാനുള്ള ഒരു മടി കൊണ്ടും ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കഴിച്ചേക്കാം. ചേച്ചി പോയി കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വിചാരം എന്തായിരിക്കും? എന്താണെങ്കിലും ഒരെണ്ണം കഴിച്ചു, ഇന്നത്തെ കാര്യം മുടങ്ങി, അപ്പൊ പിന്നെ നാളെ മുതലാട്ടെ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കട്ടെ. നോ, നിങ്ങൾ എന്താണോ ആ ചേഞ്ചസ്, ആ നിങ്ങളുടെ റുട്ടീനിൽ വരുന്ന ചേഞ്ചസ് എന്താണോ അതുമായിട്ട് അഡാപ്റ്റ് ആകാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ് ഒരു റെസൊല്യൂഷൻ എടുക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ നമുക്ക് അഡാപ്റ്റ് ആകാം? കുറച്ച് ഫ്ലെക്സിബിൾ ആവുക. ഒരു ലഡു കഴിക്കുമ്പോൾ എൻ്റെ എത്ര കാലോറിയാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്, ആ കാലോറി എൻ്റെ അടുത്ത മീലിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബാലൻസ്ഡ് ആവുകയാണ്. എൻ്റെ റുട്ടീൻ അവിടെ തെറ്റാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തെറ്റാതെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സെൽഫ് അച്ചീവ്മെന്റ് വരും. അപ്പോൾ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ഗോൾസിനെ എത്രത്തോളം നമ്മൾ അതിനുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു ട്രാക്കർ വെക്കുക. ആ ട്രാക്കർ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ, ഇത്ര ദിവസം ഞാൻ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇന്റേണലി ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്, ഇൻട്രൻസിക് ആയിട്ട് എനിക്ക് റിവാർഡ് കിട്ടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത വീക്ക് ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അത് കൂടുതലായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം കൂടുന്നതാണ്. 4, മാനേജബിൾ ആണോ? എപ്പോഴും എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ അംബീഷ്യസ് ആയിട്ടാണ് ഞാനൊരു കോൺസെപ്റ്റ് റെസൊല്യൂഷൻ ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നടക്കില്ല അല്ലേ. അപ്പോൾ അംബീഷ്യസ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. 10 രാജ്യം എനിക്ക് ഈ വർഷം കണ്ടു തീർക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ഞാൻ ടൈഡപ്പ് ആണ്. സോ 10 കൺട്രീസ് എനിക്ക് കറങ്ങണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാനത് ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കും അതിൻ്റെ ടൈം പീരിയഡ്, അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഒരു മാനേജബിൾ ചങ്ക്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമേ ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മൾ എടുക്കുന്ന ഗോൾ നമ്മുടെ എൻവയോൺമെന്റിനെയും കൂടെ കൺസേൺ ചെയ്യണം അല്ലേ. കാരണം ചുറ്റുമുള്ള ആ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ ആണല്ലോ നമ്മളുടെ ഗോൾസിലേക്ക് നമ്മളെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും എലമെന്റ്സ് നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചസിൽ കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് മാനേജബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ സെൽഫായിട്ടൊരു റെസൊല്യൂഷൻ എടുക്കാനായിട്ട്. എന്താണെങ്കിലും 2025 തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനിയുണ്ട് 12 മാസം. ഈ 12 മാസത്തിൽ 1 or 2 ഗോൾ നിങ്ങൾ എടുത്ത് അച്ചീവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി 3rd ഗോൾ ഓൺവേർഡ്സ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. മൈക്രോ റിവാർഡ്സ്, വലിയ വലിയ കാര്യങ്ങൾക്കല്ല, നേരെ മറിച്ച് ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിന് പോലും ഒരു കുഞ്ഞു റിവാർഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 3 മാസം കൊണ്ട് 10 കിലോ കുറച്ചില്ലെങ്കിലും 2 ആഴ്ച കൊണ്ട് 1 കിലോ കുറച്ച് കഴിഞ്ഞാൽ 1 kg കേക്ക് വാങ്ങിച്ച് കഴിക്കുന്നതല്ല, പക്ഷേ അതിന് നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു പക്ഷേ ഒരു 1 kg ഡംബൽ ആയിരിക്കാം. ഓക്കെ, എന്താണോ അത് ഇൻ ബിറ്റ്വീൻ നമ്മളോട് തന്നെ ഒരു റിവാർഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ, നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് 2025 നിങ്ങൾ എടുത്തിട്ടുള്ളതും ഇനി എടുക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ ഗോൾസും നിങ്ങൾക്ക്
അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ.